തോതിൽ ഇതേ രീതിയിൽ ഇത്രയും ശക്തമായ രീതിയിലുള്ള ഒരു ജാഗ്രതയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഏവരും ഭയക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്ന പോലെ പ്രവചിക്കുന്ന പോലെയുള്ള ഒരു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒരു പീക്ക് എന്നുള്ള സ്ഥാനത്തെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന ഈ ചിട്ടയായിട്ടുള്ള ഈ പ്രവർത്തനം ഇങ്ങനെ തന്നെ തുടരണം. അതേ സമയത്ത് ഈ പ്രവർത്തനത്തിൻ്റെ കൂടെ എല്ലാവരും നിൽക്കണം. ഉളിയം പെയ്യാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ കുറച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഒക്കെ പുറപ്പെട്ടിട്ട് പോയാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാവും. കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ഇതിലിരുന്നിട്ട് ചാനൽ ചർച്ചയിൽ പറയുന്ന കേട്ടോ, അല്ല കേരളത്തിൽ സ്പ്രെഡ് വളരെ കുറവാണല്ലോ, അപ്പോൾ കൂടുതൽ ആളുകൾ വന്നാലെന്താ, കൂടുതൽ ആളുകൾ വരണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിൽ സ്പ്രെഡ് കുറഞ്ഞത് എങ്ങനെയാണ്? നമുക്കൊരു മാതൃക തന്നെ വീശി കാണിച്ചിട്ട് ഒളിയമ്പുകളെ കുറിച്ച് പറഞ്ഞു. അതായത് ഒളിയമ്പുകൾ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഇതുപോലെ ചർച്ചകൾ പറയുന്നത് ഞാൻ ഒളിയമ്പ് കാണിച്ചു തരാം. നിപ്പ രോഗം കോഴിക്കോട്ട് പിടിപെട്ട സമയത്ത് ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന രൂപത്തിൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ ക്യാമ്പടിച്ചത്. ഇപ്പോൾ ക്രെഡിറ്റ് ഗവൺമെന്റ് ഇത്. അതുപോലെ കോവിഡ് റാണി എന്ന പേര് നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന പോലെ തന്നെ നിപ്പ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഒളിയമ്പല്ല ടീച്ചറെ, നേരിട്ട് അദ്ദേഹം അങ്ങനെ പറയേണ്ടിയിരുന്നു എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ. കാരണം ഇദ്ദേഹം ഇത് പറയുമ്പോൾ മോശമാകുന്നത് ഞാനല്ല, നമ്മുടെ ഗവൺമെൻറ്റും അല്ല, അത് കോഴിക്കോടെ ജനതയ്ക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. അതിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് താമസിച്ചത്. ഗസ്റ്റ് ഹൗസ് താമസിച്ചിട്ട് ഞാനവിടെ എന്തോ ഒരു വിശ്രമം എടുക്കാൻ പോയതല്ലല്ലോ. അവിടെ ഞാൻ ചെങ്ങരോത്ത് ഗ്രാമത്തിൽ പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വിദഗ്ധരായിട്ടുള്ള എക്സ്പെർട്ട് ടീം ഉണ്ടായിരുന്നു, NCDCയുടെ ആളുകൾ ഉണ്ടായിരുന്നു, കേന്ദ്രത്തിൽ നിന്ന് വന്ന സംഘത്തിൻ്റെ പ്രതിനിധികൾ എൻ്റെ കൂടെ വന്നിരുന്നു, ഡോക്ടർ അരുണിനെ പോലുള്ള മൈക്രോബയോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ TP രാമകൃഷ്ണൻ നമ്മുടെ മിനിസ്റ്റർ. അപ്പോൾ ഈ നിപ്പയാണെന്ന് അറിഞ്ഞതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്, അല്ലെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ചെങ്ങരോത്ത് ഗ്രാമത്തിലേക്ക് പോകുന്നത്. പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കൂട്ടത്തോടെ ആളുകൾ പലായനം ചെയ്യുകയാണ്. കാരണം നിപ്പ വന്നതുകൊണ്ട് ഇനി ആ ഗ്രാമത്തിൽ താമസിക്കാൻ പറ്റില്ല, ഇതിങ്ങനെ വായുവിലൂടെ ഒക്കെ പടരുന്നതാണ്, ഭീകരമായിട്ടുള്ള അസുഖമാണത്. വന്നാൽ നമുക്ക് ചികിത്സിക്കാൻ പോലും സമയം കിട്ടില്ല, വൈറസ് അങ്ങ് പെരുകുകയാണ്, ശരീരത്തിൽ മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് അവിടുന്ന് ആളുകൾ കൂട്ടപലായനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഇതിങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ് നമുക്കൊന്ന് അവിടെ പോയിട്ട് ആളുകളെ ആശ്വസിപ്പിക്കാം. എന്തായാലും നമ്മൾ അവിടെ നേരിട്ട് ചെന്ന് ഫോൺ ചെയ്ത് പറയും പോലെയല്ല, ഗ്രാമത്തിലേക്ക് ഞങ്ങൾ ചെല്ലുന്നു. പക്ഷേ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് അങ്ങനെ നേരിട്ട് പോകേണ്ട കാര്യമാണ്. ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഞാൻ പോവുമോ? അതെ, അത് ചെങ്ങരോത്ത് ഗ്രാമത്തിലുള്ളവർക്കും കോഴിക്കോട് ജില്ലയിലെ ഇദ്ദേഹം പറയുന്നതൊന്നുമല്ല അവിടുത്തെ കോൺഗ്രസിന്റെ പാർട്ടിയുടെ സുഹൃത്തുക്കളുടെ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഒരു ചോദ്യം കൂടി ഞാനതൊന്നും പറയുന്നില്ല. അത് അവിടുത്തെ ജനങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ്. ഞാനതിനൊന്നും പറയുന്നില്ല. അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. അവിടെ അദ്ദേഹം വന്നിരുന്നോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. എല്ലാവരെയും വിളിച്ചിരുന്നു, അതിനെല്ലാവരും സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ആർക്കും വന്ന് കൂടെ പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഒരു തടസ്സമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഭയമാണ്. അപ്പോൾ ഭയന്ന് മാറി നിൽക്കാൻ ഞങ്ങളെ സംബന്ധിച്ച് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളവിടെ പോയി, എല്ലാവരും പോയി. എൻ്റെ DHS ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, DMO ഉണ്ടായിരുന്നു. അവരൊക്കെ എത്ര ബോൾഡായിട്ടാണെന്ന് കേട്ടോ. അവരൊക്കെ അവിടെ പോയി, ജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് പഞ്ചായത്ത് ഓഫീസിൽ. അവരോട് സംസാരിച്ചു. ഇത് വളരെ അകലെ നിന്നൊന്നും പകരില്ല, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിന്നാൽ ഈ സ്രവങ്ങൾ തെറിച്ചു വീണാലേ പകരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളെ ആശ്വസിപ്പിച്ച് തിരിച്ചു പോന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ദിവസവും ഞാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് കളക്ടറേറ്റിലേക്ക്, അതെ കളക്ടറേറ്റിലാണ്. ഈ ഗസ്റ്റ് ഹൗസ് താമസിക്കുന്നുണ്ടായിരിക്കും പുള്ളി ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ കാരണം എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ പല വാചകങ്ങളുടെയും അർത്ഥം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ബ്രിട്ടാസ്, പല വാചകങ്ങളുടെയും അർത്ഥം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. ഞാൻ ഇത് കാണിക്കുന്നതിനെന്നറിയോ, ഈ പ്രേക്ഷകർ അതിൻ്റെ ആകത്തുകയിൽ ഇത് കാണാനും അതുപോലെ ടീച്ചറുടെ നിരീക്ഷണങ്ങളും മറുപടികളും ഞങ്ങൾക്ക് കിട്ടണം. അതിന് ഒരു പക്ഷേ അദ്ദേഹത്തിന് അർഹതയുണ്ട്. എന്താണ് അർഹത എന്നറിയോ? ടീച്ചറുടെ മറുപടിക്ക് അദ്ദേഹം അർഹനാണ്. ഒളിയമ്പല്ല, ഇത് പരസ്യം. ഹെൽത്ത് മിനിസ്റ്റർ ഹെൽപ്പ് ടു സേവ് ഇറ്റ് ഫ്രം COVID-19 എന്ന് റിപ്പോർട്ട് ചെയ്ത് ലണ്ടൻ ഗാർഡിയനാണ്. മനസ്സിലാക്കണം എന്താണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ റോക്ക് സ്റ്റാർ ആണ്. നിങ്ങൾക്കാണ് അറിയുന്നത്. ഈ ആധുനിക നൃത്ത സംവിധാനങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. റോക്ക് ഡാൻസർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചറെ, ഇത് കേട്ടപ്പോൾ ടീച്ചർക്ക് ചിരിയാണ് വന്നത്, സങ്കടമാണ് വന്നത്, സഹതാപമാണ് വന്നത്. എന്ത് ചെയ്യും? അദ്ദേഹത്തെ പോലെ ഒരു ഉയർന്ന നേതാവ്, ഒരു KPCCയുടെ പ്രസിഡന്റൊക്കെ ആയിരിക്കുന്ന ഒരാൾ
അങ്ങനെ പറയാൻ പാടുണ്ടോ? അതായത് ലണ്ടൻ ഗാർഡിയനിൽ ഇത് ഇത്ര വലിയ വാർത്തയായിട്ട് വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ബ്രിട്ടാസ്. കാരണം അവരൊരു ഇൻ്റർവ്യൂ, കാരണം എല്ലാവരും ലോകത്തിൻ്റെ നാനാഭാഗത്തും അന്വേഷിക്കുകയാണ്. കാരണം ഈ വൈറസ് മനുഷ്യരാശിയെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറുകയാണ്. അത്ര സ്പ്രെഡിങ് ടൈപ്പാണ് കൊറോണ വൈറസ്. ഇപ്പോഴും അതിൻ്റെ മുഴുവൻ സ്വഭാവം ആരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ ഇങ്ങനെ നോക്കുകയാണ് എവിടെയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടോ, എവിടെയെങ്കിലും ഇതിൻ്റെ പകർച്ച കുറച്ചെങ്കിലും കുറക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ കുഞ്ഞു കേരളത്തെ കണ്ടത്. കേരളത്തിൽ നമ്മൾ അതിൻ്റെ സ്പ്രെഡിങ് പിടിച്ചു നിർത്തിയിരിക്കുന്നു, ഗ്രാഫ് ഫ്ലാറ്റൻ ചെയ്തിരിക്കുന്നു. അത് കണ്ടിട്ടാണ് അദ്ദേഹം ഈ ലണ്ടൻ ഗാർഡിയന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലോറ സ്പിന്നി എന്നെ വിളിക്കുമ്പോൾ ലോറ സ്പിന്നി അത്ര കണ്ട് ഞാൻ പരിചയപ്പെട്ടിരുന്നില്ല. അത് നമ്മൾ ഇപ്പം കുറച്ചായിട്ട് എനിക്ക് വായനയൊന്നും അത്രത്തോളം പോകാൻ പറ്റുന്നുമില്ല. അപ്പോൾ ലോറ സ്പിന്നി വിളിച്ചു, ഇങ്ങനെ ഒരു ഗാർഡിയൻ പത്രത്തിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ വേണം, കേരളത്തിലൊരു നിങ്ങളൊരു മോഡൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു, അതെന്താണ് നിങ്ങളുടെ അവിടുത്തെ മെത്തേഡ്, നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ലോക്കൽ സ്പ്രെഡ് നിങ്ങൾ തടുത്ത് നിർത്തിയത്, പിന്നെ എങ്ങനെയാണ് ഈ ഗ്രാഫ് ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്തത് എന്ന് ചോദിച്ചു. അത് ആദ്യ ഘട്ടത്തിലെ ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെ ലോറ സ്പിന്നി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് നോക്കുമ്പോൾ അവരൊരു ലോകപ്രശസ്തിയായിട്ടുള്ള എഴുത്തുകാരിയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകയും ഒക്കെയാണ്. ഇവർ 1918 സ്പാനിഷ് ഫ്ലൂ, സ്പെയിനുമായിട്ട് ബന്ധമില്ലെങ്കിലും സ്പാനിഷ് ഫ്ലൂ എന്നാണ് പറയുന്നത്, ആയിരങ്ങളെ കൊന്നൊടുക്കിയ ആ സ്പാനിഷ് ഫ്ലൂവിനെ കുറിച്ച് പഠിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവർ. അതിനവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരാളാണ്, എന്തായാലും കേരളത്തെക്കുറിച്ച് അറിയാനാണല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പറഞ്ഞു ഇങ്ങനെ ഒരു എന്താ നമ്മൾ ചെയ്യുന്ന കാര്യം പറയാം എന്ന് അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. അവർ ചോദിച്ച ഇതാണ്, അവർ വളരെ മാന്യമായിട്ട് അവർ ചോദിച്ചത് എന്താ നിങ്ങളുടെ മെത്തേഡ്, എന്താ നിങ്ങളുടെ സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞു ഞങ്ങൾ തുടക്കത്തിലേ സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസ്, കേരളത്തിലുണ്ടാവുന്നതോ ഒന്നുമല്ല, ഇപ്പോൾ ചൈനയിലാണ് ഉണ്ടായത്, അവിടെ നിന്നാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകൾ ഞങ്ങൾ ആദ്യം തന്നെ ട്രേസ് ചെയ്യും. ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാറൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. ട്രേസ്, ക്വാറൻറ്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ്, ട്രീറ്റ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു മെത്തേഡാണ്. ലോകം മുഴുവൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് എന്നാണ്. എല്ലാവരെയും ടെസ്റ്റ് ചെയ്യാമെന്നാണ്. എന്നാൽ നമ്മളൊരു സ്ട്രാറ്റജി എടുത്തു, ട്രേസ് ചെയ്യുക, എന്നിട്ട് ട്രേസ് ചെയ്ത് സിംറ്റം ഉള്ളയാളെ അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യുക, അല്ലാത്തവളെ ക്വാറൻറ്റൈൻ ചെയ്തിട്ട് നിരീക്ഷിക്കുക. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും വിഷമം വരുന്നുണ്ടെങ്കിൽ അവരെ ടെസ്റ്റ് ചെയ്യുക. കാരണം ഈ വരുന്ന മുഴുവൻ ആളുകൾക്കും ഈ വൈറസ് ഇല്ല, അവരിൽ കുറച്ച് പേരാണ് ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്നത്, വൈറസ് ബാധയുള്ളവരായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ഈ സ്ട്രാറ്റജി ഇപ്പോൾ ലോകം മുഴുവൻ അന്വേഷിച്ചിരിക്കുകയാണ്, ട്രേസ്, ക്വാറൻറ്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ് ആൻഡ് ട്രീറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് അവരോട് പറഞ്ഞു. രണ്ടാമത് അവരോട് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വളരെ വിപുലമായ പീപ്പിൾസ് ക്യാമ്പയിൻ, വളരെ വലിയ ജനകീയ പ്രവർത്തനം അതാണ് നടത്തുന്നത്. പീപ്പിൾ സെൻറ്റേർഡ് ആയിട്ട്, അല്ലെങ്കിൽ പീപ്പിൾസ് പാർട്ടിസിപ്പേഷനോടുകൂടി നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ, അതിന് ഞങ്ങളെ സഹായിക്കുന്നത് കേരളത്തിലുള്ള സിസ്റ്റമാണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഞങ്ങൾക്ക് ഒരു പീപ്പിൾസ് പ്ലാനിങ് ഇവിടെ മുമ്പുണ്ടായിട്ട്, ജനകീയ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾക്ക് ശക്തമായ പഞ്ചായത്തുകളുണ്ട്, ഞങ്ങൾക്ക് ശക്തമായ കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്ത് ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവരൊക്കെ ഇല്ലേ, ലീഗിൻ്റെ പ്രസിഡന്റ്, കോൺഗ്രസ്, അവരെല്ലാം പഞ്ചായത്ത് ഭരിക്കുകയല്ലേ. ശക്തമായ പഞ്ചായത്ത് സംവിധാനമുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട് ഞങ്ങൾക്ക്. അതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങളിത് മാനേജ് ചെയ്ത് പോകുന്നത്. മൂന്നാമത് ഞങ്ങൾ പറഞ്ഞത് അതിശക്തമായ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനാണ്. ചെയിൻ ബ്രേക്ക് ചെയ്യുക. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത്, അതിന് ഞങ്ങൾ ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഈ ക്യാമ്പയിൻ ഞങ്ങൾ തുടക്കത്തിലേ അങ്ങ് തുടങ്ങി ആളുകളുടെ ഇടയിൽ. അപ്പോൾ ഈ വൈറസ് ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കടക്കുന്നതിൻ്റെ ചെയിൻ പലയിടത്തും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഇത്തരം ലോക്കൽ ട്രാൻസ്മിഷൻ ഇല്ലാണ്ടൊത്തത്. ഒരു കാര്യം കൂടി ഞങ്ങൾ ചെയ്തു, അത് റിവേഴ്സ് ക്വാറൻറ്റൈനാണ്. പ്രായം ചെന്ന ആളുകൾക്ക് വന്നാലാണ് പലപ്പോഴും മരണകാരണമായിട്ട് മാറുന്നത്. അതുകൊണ്ട് 60 വയസ്സിന് മേപ്പെട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ചും മറ്റെന്തെങ്കിലും അസുഖമുള്ളവരെ ഞങ്ങൾ പ്രത്യേകം വീട്ടിനകത്ത് നിർത്തി, ആശാ വർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ മെമ്പർമാർ, നമ്മുടെ സന്നദ്ധ വോളണ്ടിയർമാർ, ഇവരെല്ലാം JHIമാർ, JPHമാർ തുടങ്ങിയവർ, ഇവർ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ സുഖവിവരം അന്വേഷിക്കുന്നു, അവർക്ക് മെഡിസിൻ എന്തെങ്കിലും വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നു. ഈ ഒരു സ്റ്റൈൽ ഓഫ് വർക്കാണ് ഞങ്ങൾ നടത്തിയത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്ലാനിങ് ഇത് പറഞ്ഞു, ഇതാണ് അവരുടെ കണ്ടന്റ്. അത് അവരെന്ത് ചെയ്തു, അത് വളരെ ആകർഷകമാണ്. ഇങ്ങനെ ഒരു പ്ലാനിങ് പലയിടത്തും നടക്കുന്നില്ല എന്ന് ലോറ സ്പിന്നി പറഞ്ഞു. അതുകൊണ്ട് മാഡം ഇത് ഞങ്ങളൊരു വലിയ വാർത്തയായിട്ട് കൊടുക്കും എന്ന് അവരെന്നോട് വളരെ പ്ലീസിങ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, അത് ഗാർഡിയനിൽ വന്നു. അപ്പോൾ പിന്നെ ഗാർഡിയനിൽ വലിയ ഇതായിട്ട് ആരോ എനിക്ക് അതിൻ്റെ പേജ് അയച്ചു തന്നു, ആരൊക്കെ ഒരുപാട് ആളുകൾ അയച്ചു തന്നു, ടീച്ചർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവർ പിന്നെ ഈ വന്ന ആവേശത്തിന്, നമ്മളിവിടെ ഇത് ഫ്ലാറ്റൻ ചെയ്തല്ലോ കർവ്, ഇപ്പം ലോകത്തിലെ അനുഭവം കാണുന്ന അവർ, പല ഭാഗത്തുള്ള അനുഭവം കാണുന്ന അവർ, പിന്നെ അതൊരു വലിയ വാർത്തയായിട്ട് കൊറോണ സ്ലെയർ, എന്നിട്ട് റോക്ക് സ്റ്റാർ, മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു.
അപ്പോൾ ഈ റോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നില്ല. അത് പിന്നെ അത് റോക്ക് ഡാൻസറാണെന്ന് തെറ്റിദ്ധരിച്ചത് മഹാകഷ്ടമായി പോയി. അല്ല പക്ഷേ മുല്ലപ്പള്ളി വിചാരിച്ചിരിക്കുന്ന ഒരു നർത്തകി എന്നുള്ള ലൈനിലാണ്. ടീച്ചർ ചെറുപ്പകാലത്തൊക്കെ ഒരു ഡാൻസ് ഒക്കെ അയ്യോ, കളിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ ഡാൻസ് കളിച്ചിട്ടേ ഇല്ല. ഡാൻസിനോട് എനിക്ക് നല്ല താല്പര്യമാണ്, പക്ഷെ എനിക്ക് പഠിക്കാനും പറ്റിയിട്ടില്ല, കളിക്കാനും പറ്റിയിട്ടില്ല. എങ്ങനെയാണ് പിന്നെ ഞാൻ അദ്ദേഹം എപ്പോഴും എൻ്റെ ഡാൻസ് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അല്ല പക്ഷേ ഈ മൂപ്പർക്ക് എവിടുന്ന് ഈ അർത്ഥം കിട്ടി എന്നുള്ളതാണ് എനിക്ക്. ഞാൻ അറിയില്ല, അദ്ദേഹം പിന്നീട് ഡിക്ഷണറി നോക്കിയിട്ടുണ്ടാവും. ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഇത് പിന്നെ ഈ പറയുന്ന സംഭവം ശേഷം ടീച്ചറെ ആരെങ്കിലും ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ എന്താണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത്? കോൺഗ്രസിനകത്ത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർ ഒരുപാട് ആളുകൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയായിട്ടില്ല. പക്ഷേ അവരൊന്നും പേരൊന്നും ഞാൻ പറയുന്നത് ശരിയല്ല, മാന്യതയല്ല. നമുക്കങ്ങനെ കക്ഷി രാഷ്ട്രീയം വെച്ചിട്ട് ആളുകളെ ശത്രുക്കളാക്കാൻ കഴിയില്ല. ശ്രീ മുല്ലപ്പള്ളിയും പിന്നെ ഞങ്ങൾ അവിടെ MP ഒക്കെ ആയിട്ട് മത്സരിച്ച സമയത്ത് നല്ല ടേംസിലായിരുന്നു. അദ്ദേഹം കാണുമ്പോഴൊക്കെ നല്ല സൗഹൃദം. മൂപ്പറൊരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണെന്ന് ഈ ലിനിയുടെ ഭർത്താവ് പിന്നീട് സജീഷ് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ടീച്ചർ മര്യാദ വിട്ടിട്ടൊരു വാക്കും ടീച്ചർ പറയില്ല എന്നൊരു തീരുമാനം. പക്ഷേ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ, അദ്ദേഹത്തെ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ മുല്ലപ്പള്ളി നടത്തിയിട്ടുള്ള ഈ പരാമർശത്തെ കുറിച്ച് ഒരുപക്ഷെ ടീച്ചറെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വന്നത് വേറെ ആരുമല്ല, ഞാൻ അറിഞ്ഞുതരാം. റോക്കിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. റോക്കിംഗ് സ്റ്റാറിൻ്റെ അർത്ഥം ഇതല്ല. റോക്കിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഈ ഒരു സെലിബ്രിറ്റിയെ പറ്റി പറയുന്നതാണ്. അവരങ്ങനെയാണത് ഉദ്ദേശിച്ചത്. കുറേ ആളുകൾ ആരാധിക്കുന്ന ഒരു സെലിബ്രിറ്റിയെ റോക്കിംഗ് സ്റ്റാർ എന്ന് പറയും. അത് ഡാൻസറല്ല. ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഡാൻസർ എന്ന പരിഭാഷ കിട്ടിയത്? അപ്പോൾ അത് തെറ്റായ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം നൽകുകയാണ്. അല്ല ഈ മുല്ലപ്പള്ളിക്ക് ഇംഗ്ലീഷിന്റെ ചില കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലെന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? എനിക്കറിയില്ല, അദ്ദേഹം പാർലമെന്റിലൊക്കെ ഇരുന്നിട്ടുള്ള ആളല്ലേ, അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. ഒക്കെയാണ്. അദ്ദേഹം എന്താ അത് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു കമൻറ്റും പറയുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വളരെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അറിയില്ല. അത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ടീച്ചർ മീഡിയയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ടീച്ചർക്ക് മീഡിയ മാനിയ എന്ന് പറയാൻ വേണ്ടി മൂപ്പർ പ്രത്യേകമായിട്ടൊരു പത്രസമ്മേളനത്തിൽ അങ്ങ് വിളിച്ചു. അങ്ങനെ പറഞ്ഞ് വിഷമിപ്പിച്ച് ഇരുത്തിക്കളയാം എന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു വൃഥാ സ്വപ്നമാണ്. ഞാൻ ഒരുപക്ഷെ ടീച്ചറുടെ കണ്ണിൽ അടിഞ്ഞിരിക്കുന്ന ഈറൻ ഞാൻ കാണുന്നുണ്ട്. വളരെ ദൗർഭാഗ്യകരമായിട്ട് ചില ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നോക്കാം. അദ്ദേഹം സ്വാഭാവികമായിട്ട് KPCC പ്രസിഡന്റാണ്, കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്ന ആൾ. അദ്ദേഹം ഞാൻ നടത്തിയ സത്യാഗ്രഹത്തിന്റെ വേളയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്ഷേപിക്കാനും അപമാനിക്കാനും കേരളത്തിലെ കോൺഗ്രസ്സുകാർ അനുവദിക്കില്ല, കേരളത്തിലെ UDF അനുവദിക്കില്ല. കണ്ടോ? അതെ, ശരിയാണോ തെറ്റാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് വിരോധമല്ല. അവരുടെ പാർട്ടിക്കകത്ത് ഒരു അങ്ങനെ ഉണ്ടാകുമ്പോൾ പരസ്പരം സംരക്ഷിക്കേണ്ടത് ആവശ്യമില്ല ബ്രിട്ടാസ്. അതുകൊണ്ട് പക്ഷെ ഇവരൊക്കെ സംരക്ഷിച്ച മുല്ലപ്പള്ളി സംരക്ഷിക്കപ്പെടുവോ? അല്ല, അതാണ് പറഞ്ഞത്. ഈ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സമൂഹമാണ്. വളരെ സാക്ഷരത ഉള്ളൊരു സമൂഹമാണല്ലോ കേരളം, ഉയർന്ന സാക്ഷരതാ നിരക്കുള്ളത്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ എന്തായാലും സാധിക്കും. അതുകൊണ്ട് നമ്മളതിനൊന്നും മറുപടി പറഞ്ഞു പോകേണ്ട കാര്യം. നമ്മൾ വളരെ തിരക്കായിട്ട് ചില ജോലികൾ ചെയ്തു പോവുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അതിൻ്റെ ഇടയിൽ ഇമാതിരി കമൻറ്റുകൾക്കൊക്കെ മറുപടി പറഞ്ഞും അതിൽ അഭിരമിച്ചും പോകാൻ നമുക്ക് സമയമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വിളിച്ചാൽ, ഞാനിപ്പം ലോകരാഷ്ട്രങ്ങളിൽ മാത്രമല്ല, പിന്നെ നമ്മളിപ്പോൾ എന്നെ കർണാടക മിനിസ്റ്റർ പിന്നെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചിരുന്നു, മഹാരാഷ്ട്ര പിന്നെ സുധാകർ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പം നമ്മളെന്തോ കുറേ കൂടിയ ആളും അവരൊന്നും ചെയ്യാത്ത ആളും അങ്ങനെയൊന്നും അല്ല, ഒരു എക്സ്ചേഞ്ച് ആണ്. നിങ്ങളെന്താ അവിടെ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം കേരളത്തിൽ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ഇത് കുറച്ച് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ രീതി. നിങ്ങൾ കർണാടകത്തിൽ എന്താ ചെയ്യുന്നത് ഞങ്ങൾ ചോദിക്കും. അതിനകത്ത് എന്തെങ്കിലും നല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്കും അത് അംഗീകരിക്കാം. എല്ലാവരും പോരാടുകയാണ്. ഇപ്പം മഹാരാഷ്ട്രയുടെ പിന്നെ അദ്ദേഹം മന്ത്രി തോപ്പെ, ഹെൽത്ത് മിനിസ്റ്റർ, അദ്ദേഹം വളരെ നേരം ഞങ്ങൾ സംസാരിച്ചു. അവരെല്ലാം വളരെ വളരെ ഒരു ഗോവ പിന്നെ വിശ്വജിത് റാണെ അദ്ദേഹമൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞങ്ങൾ പരസ്പരം പിന്നെ ഛത്തീസ്ഗഡിലെ മന്ത്രി വിളിച്ചിരുന്നു. എല്ലാവരും പറയും ഞങ്ങൾ ഇനിയും വിളിക്കും കേട്ടോ, നിങ്ങൾ കേരളത്തിൽ നല്ല പ്ലാനിങ് ആണ്, ഒരു ആരോഗ്യകരമായിട്ടുള്ള ആശയവിനിമയമാണ്. തീർച്ചയായിട്ടും അവിടെയൊന്നും ഒരു രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമൊന്നും വെച്ചിട്ട് അവർക്ക് എത്രയോ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ പെട്ടുന്ന ആൾക്കാരാണ് എല്ലാവരും. അതെ, എല്ലാവരും. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പൊ മുല്ലപ്പള്ളി ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ഇടയ്ക്കെങ്കിലും ടീച്ചർ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ബാക്ക് ഓഫ് ദ മൈൻഡിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നൊരു സപ്പോർട്ട് തന്ന് പിന്നെ നമുക്ക് ഒരുമിച്ച് പോകണം, ഇങ്ങനെയൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. വലിയ സാഹസിക പ്രവർത്തനം നടത്തുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടാവും. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതോ നമ്മൾ ഓടി അവിടം വരെ എത്താത്തതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും.
അത് ഓരോന്നും ചികഞ്ഞ് പെറുക്കി എടുത്ത് അവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു 10 മിനിറ്റ് ആരെങ്കിലും ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ ചെന്നിട്ട് ഇവിടെ മുഴുവൻ ക്യൂ ആണ്, ഇവിടെ ആളില്ല. പക്ഷേ ഞാൻ സന്തോഷിക്കുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള വലിയൊരു ഉപദ്രവം ചെയ്യാൻ വന്നിട്ടില്ല. അവരുടെ മാധ്യമങ്ങളുടെ അതിൻ്റെ മാനേജ്മെൻ്റ് അടക്കം ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഈ എവിടെയുണ്ട് കുഞ്ഞു കുഞ്ഞു വീഴ്ചകൾ നോക്കി പർവ്വതീകരിച്ച് കാണിക്കേണ്ട സമയമല്ല ഇത്, കുറ്റം പറയേണ്ട സമയമല്ല ഇത്. ഇവിടെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നമാണ്, നമ്മൾ കാണുന്നുണ്ട് ലോകം മുഴുവൻ. മാധ്യമങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് അവർ എല്ലാവരും ഞാൻ പറയില്ല, പക്ഷേ മഹാഭൂരിപക്ഷം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് നമ്മുടെ ഹെൽത്തിൻ്റെ പ്രവർത്തകരെ ക്ഷീണിപ്പിക്കാൻ, ഡിമോറലൈസ് ചെയ്യാൻ തയ്യാറാവാതെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അവരൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരും. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പുറപ്പെടുന്നു. ആരോഗ്യവകുപ്പിന് നേതൃത്വം നൽകുന്ന ടീച്ചറാണ്. ഒരുപക്ഷെ ടീച്ചറിനെ തളർത്തി കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റുമെന്നുള്ളൊരു ധാരണ കൂടിയാണോ? ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ വളരെ ഒരുപക്ഷെ നെഗറ്റീവ് എന്ന് പറയാവുന്നൊരു കമൻറ്റ് പ്രതിപക്ഷ നേതാവിൻ്റെ ആയിരുന്നു. അതായത് ടീച്ചറിന് മീഡിയ മാനിയാണെന്നുള്ളൊരു പ്രതികരണം. അപ്പം ആദ്യം തന്നെ ഒരുപക്ഷെ ടീച്ചറെ തളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. എന്താ ഇൻറ്റൻഷൻ അറിയില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമായിരുന്നു അത് ശൈലജ ടീച്ചറൊന്നുമല്ല അഭിനന്ദിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നൊരു വർക്കിൻ്റെ ഒരു രീതിയാണ്. ഇപ്പം നിപ്പ വൈറസിൻ്റെ കാലത്തും ഇതുണ്ടായിരുന്നു. കാരണം ആളുകൾ പെട്ടെന്ന് പാനിക്കാവും. ഇപ്പം തന്നെ നല്ല അസ്വസ്ഥ ജനങ്ങളിലുണ്ട്. നിപ്പ വന്നപ്പോൾ ഇതിനേക്കാൾ ഭീകരമായിരുന്നു എന്ന് പറയാം. കാരണം വൈറസിൻ്റെ ലക്ഷണം കണ്ട് ചുമ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചികിത്സിക്കാൻ നേരമില്ല. അഡ്മിറ്റ് ചെയ്ത് പിറ്റേന്ന് രോഗി മരിച്ചു പോവുകയാണ്. ഇതായിരുന്നു നിപ്പയുടെ സ്ഥിതി. ഭയങ്കരമായിട്ട് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലുള്ള ഒരു വൈറസായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഭയം ജനങ്ങളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ വൈറസിൻ്റെ കാലത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളന്ന് കണ്ടിട്ടുള്ളത്. പേടിച്ച് പിന്മാറാതെ ഒരുമിച്ച് നിൽക്കുക എന്നത് കണ്ട. അതിന് ഞങ്ങൾ അന്ന് സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം എല്ലാ ദിവസവും മീഡിയയെ കാണുക എന്നുള്ളതാണ്. കാരണം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരോഗ്യ പ്രവർത്തകർ, വെറ്റിനറി വിഭാഗം, ട്രാൻസ്പോർട്ട്, എല്ലാവരും തദ്ദേശ സ്വയംഭരണ ഇവരെല്ലാം ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ആകെ തുക എന്താണ് ഇന്ന്? നമുക്ക് ഈ വൈറസിൻ്റെ വ്യാപനം എത്രത്തോളം ഉണ്ട്, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം. അതുകൊണ്ട് മീഡിയ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവർ കൂടെ നിന്നു. വൈകുന്നേരം 6-6:30 പത്രസമ്മേളനത്തിന് റെഡിയായി എല്ലാവരും ഉണ്ടാവും. ബഹുജനങ്ങൾ ചോദിക്കേണ്ടുന്ന മുഴുവൻ ചോദ്യങ്ങളും മീഡിയ ചോദിക്കും. എല്ലാവർക്കും ഒന്നും നമ്മളടുത്ത് ചോദിക്കാൻ സമയം കിട്ടുന്നില്ല. അവർ മനസ്സിലാക്കിയിട്ട് അത് ചോദിക്കും. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവിടെ ചെങ്ങരോത്ത് ഇങ്ങനെ ഒരു ഉത്കണ്ഠയുണ്ട്, പല വിമർശനങ്ങളും അവരിലൂടെയാണ് വരുന്നത്. വിമർശനം അത് പറയും, ഇങ്ങനെയല്ല. അപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കേൾപ്പിക്കും ജനങ്ങളെ. അവരൊരിക്കലും ഒരു അഗ്രസീവായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കളയാന്നുള്ളൊരു രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തുള്ള മീഡിയ ചോദ്യ ഉത്തരം അതൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇപ്പം ഞാനും വിദഗ്ധരായിട്ടുള്ള ആളുകളും ആ പത്രസമ്മേളനത്തിലുണ്ടാകും. അതിനകത്ത് കൃത്യമായിട്ട് ഇന്ന് ഇത്ര പോസിറ്റീവ് കേസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ പേടിക്കണോ? പേടിക്കാനില്ല. അവരുടെ മുഴുവൻ കോൺടാക്ട് ട്രേസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കോൺടാക്ട് ട്രേസ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടേണ്ടതില്ല ആളുകൾ. എന്നാൽ ശ്രദ്ധിക്കണം നന്നായിട്ട്. ഇങ്ങനെ ഓരോ ദിവസവും എത്ര ആളുകൾ പോസിറ്റീവ് ആവുന്നു, എത്ര കോൺടാക്ട് ട്രേസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ പ്രവർത്തനം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന രീതിയിൽ ചികിത്സ എങ്ങനെയാണ്, ആ പറയുന്ന ഒരു ബ്രീഫിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ ഈ മീഡിയ ബ്രീഫിങ്ങിനെ അഭിനന്ദിക്കുന്നുണ്ട്. എന്നെ ചർച്ചക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ഇവർ ഗാർഡിയൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ പല മാധ്യമങ്ങളും ഉണ്ട്. അതാണ് ജനങ്ങളുമായിട്ട് സംവദിക്കുക, നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പകരുക, അവരുടെ വിചാരാദികൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കുക. അതാണ് ഇത്തവണ കോവിഡ് വന്നപ്പോഴും നമ്മൾ അതേ രീതി അവലംബിച്ചു. എന്തുകൊണ്ട് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അറിയില്ല. അത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ടീച്ചർ മീഡിയയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ കൊടുത്ത ചില കാര്യങ്ങൾ ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയുള്ള എന്തെങ്കിലും പറഞ്ഞാൽ പല മീഡിയകളും എന്ത് ചെയ്യും, രാവിലെയും കൊടുക്കും, ഉച്ചക്കും കൊടുക്കും, വൈകുന്നേരവും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്നെ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടാണോ എന്നറിയില്ല. ടീച്ചർക്ക് മീഡിയ മാനിയ എന്ന് പറയാൻ വേണ്ടി മൂപ്പർ പ്രത്യേകമായിട്ട് പത്രസമ്മേളനത്തിൽ വിളിച്ചു. അതെ, അതും ആളുകൾ പിന്നീട് പറഞ്ഞു.